ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ഡേ 2 ഓഫ് അവർ കൊടൈക്കനാൽ റൈഡ്. ഓരോ റൈഡും നമുക്ക് പ്രിയപ്പെട്ടതാകുന്നത് പോകുന്ന വഴികളും എത്തുന്ന സ്ഥലവും അവിടുത്തെ സാഹചര്യങ്ങളുമാണ്. നമ്മൾ കൊടൈക്കനാലിൽ സ്റ്റേ ചെയ്തത് ഈ അക്കോമഡേഷനിലാണ്, കാസ ഗ്ലാമ്പിംഗ്, പൂമ്പാറ. ഷീറ്റിട്ട് ഗ്ലാസിനാൽ ചുറ്റപ്പെട്ട അക്കോമഡേഷനാണ്. ഒരു ക്യൂൻ ബെഡും കോട്ടും തന്നിട്ടുണ്ട്. 5000 രൂപയാണ് ഒരു ദിവസത്തിൻ്റെ ചാർജ്. വലിയ നഷ്ടം തന്നെയാണ് എന്ന് പറയേണ്ടി വരും. ചുറ്റും ഗ്ലാസ് ഉള്ളതിനാൽ കാണാൻ നല്ല ഭംഗിയാണ്. കിടക്കാൻ സ്ഥലമില്ല എന്നതാണ് പ്രധാന പ്രശ്നം. ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ സമാധാനിച്ചു. അപ്പോൾ ഇനി നമുക്ക് ബാൽക്കണി ഒന്ന് കാണാം. ബാൽക്കണിയുടെ വ്യൂ എന്ന് പറയുന്നത് അമേസിങ് വ്യൂ ആണ്. അതിനൊരു ഡോറൊക്കെ കൊടുത്തിട്ടുണ്ട്, രാത്രി തണുപ്പ് കയറാതിരിക്കാനായിട്ടാണ്. അവിടെ ഒരു അരുവിയുണ്ട്. അരുവി നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നില്ല, വെള്ളം വളരെ കുറവായതുകൊണ്ട്. പക്ഷേ വ്യൂ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. രാജീവ് എടുത്ത അക്കോമഡേഷൻ ആയതുകൊണ്ട് എൻ്റെ പുറകെ നടക്കുന്നുണ്ട്. ഞാൻ തെറി പറയുമോ എന്നറിയാനായിട്ട് അതിൻ്റെ ആംഗ്യമാണ് ഇപ്പോൾ കാണിച്ചത്. ഇനി ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ബാത്റൂമാണ്. ഈ ബാത്റൂമും ഫുൾ ഗ്ലാസ് തന്നെയാണ്. പക്ഷെ പുറത്തുനിന്ന് നോക്കിയാൽ ഒന്നും തന്നെ കാണാൻ പറ്റത്തില്ല അകത്തോട്ട്. സോ അതുകൊണ്ട് ഇത് സേഫാണ്. പിന്നെ ഞങ്ങൾ ബോട്ടിങ്ങിന് പോകാമെന്നായി. 4 പേഴ്സൺ പെഡൽ ബോട്ടാണ് എടുത്തത്. രാജീവിനെ ബോട്ടിൽ കയറ്റുന്നത് അല്പം പാടായിരുന്നു, അല്പം ഭയവും ഉണ്ടായിരുന്നു. അവന് മാത്രമല്ല ഞങ്ങൾക്കും. മാരാരുടെ തട്ട് താഴ്ന്നു തന്നെ ഇരിക്കും എന്നൊക്കെ പറയുന്നത് പോലെ രാജീവ് താഴ്ന്നു തന്നെ ഇരുന്നു. പക്ഷേ ഞങ്ങൾ നല്ലതുപോലെ എൻജോയ് ചെയ്തു. 500 രൂപ തീർന്നു. പിന്നെ തൊട്ടടുത്ത ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലത്തെ ഒരു സംഭവം കണ്ടു. ഒരാൾക്ക് 350 രൂപയാണ്. ഷൂട്ടിങ്ങിനും 70 തിയേറ്ററും ഗ്ലാസ് മാജിക് റൂമും ഒക്കെ എക്സ്പ്ലോർ ചെയ്തു. ഷൂട്ടിങ്ങിൽ ഞങ്ങൾ എല്ലാവരും എൻഗേജ്ഡായി. 10 ഷോട്ട്സ് ഉണ്ട് ഒരാൾക്ക്. എയർ ഗണ്ണാണ്. പിന്നെ ഗ്ലാസ് മാജിക് റൂം, അതൊരു ഒന്നൊന്നര എക്സ്പീരിയൻസ് ആയിരുന്നു. ഗ്ലാസ് റൂമൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ കെയർ ചെയ്ത് ഒരു റൊട്ടേറ്റിംഗ് ടർബൈനിലായിരുന്നു. ഒരു മാരക എക്സ്പീരിയൻസ്. തല ചുറ്റുന്നത് പോലെയുള്ള ഒരു എക്സ്പീരിയൻസാണ് ഞങ്ങൾക്ക് കിട്ടിയത്. വീഴാൻ പോകുന്നത് പോലെയും തോന്നി. ഇത് എൻജോയ് ചെയ്ത് കാശ് ഞങ്ങൾ മുതലാക്കി. അക്കോമഡേഷൻ മോശമായതിനെ തുടർന്നുള്ള അസഭ്യവർഷം രാത്രി മുഴുവനും കേട്ട് അതിൻ്റെ ക്ഷീണം മാറ്റാനായി രാവിലെ അരയ്ക്കെത്താത്ത ടവലുമായി രാജീവ് കുളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അതെ, ഇന്ന് ട്രെക്കിംഗ് ഡേ ആണ്. ഹോട്ടലിൻ്റെ ഗൈഡ് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അക്കോമഡേഷന് തൊട്ടടുത്തുള്ള വാട്ടർഫോളാണ് ലക്ഷ്യം. ഇത് പാക്കേജിലുണ്ടായിരുന്നതാണ്. ചാടി കുളിക്കാനും മുങ്ങിക്കുളിക്കാനുമായി രാജീവ് മുന്നേ പോയിട്ടുണ്ട്. പക്ഷേ പണിപാളി എന്ന് തന്നെ പറയണം. വാട്ടർഫാളിൽ വെള്ളമില്ല. എന്നാലും രാജീവ് ഏതോ വേസ്റ്റ് കിടക്കുന്ന കുഴി കാണിച്ചിട്ട് അവിടെ പോയി കുളിക്കാം എന്ന് പറയുന്നുണ്ട്. ഓട് കണ്ടം വഴി എന്ന് പറഞ്ഞ് ഞാൻ അവരെ ഓടിച്ചു. കൊടിയ ചർച്ചകൾക്കൊടുവിൽ ഗൈഡിനോട് ഞങ്ങൾ നിർബന്ധിച്ചു, ഞങ്ങൾക്ക് ട്രക്കിങ്ങിന് പോയേ പറ്റുള്ളൂ, കുളിക്കുകയും വേണം. 150 രൂപ ഒരാൾക്ക് തരാം എന്ന് സമ്മതിച്ചപ്പോൾ ഗൈഡ് ഞങ്ങളെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു. ഇപ്പോഴാണ് അവന് മൂട്ടിൽ വെയിലടിച്ചപ്പോൾ ഡേ 2 എന്ന് മനസ്സിലായത്. അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു കാര്യം പറയണമെന്ന് തോന്നി. നിങ്ങൾ ഇവൻ്റെ ബൈക്ക് കണ്ടോ? യൂണിക്കോൺ, രാജീവിൻ്റെ ബൈക്ക്. ഇത് പവർഫുൾ ബൈക്ക് ഓഫ് കോയമ്പത്തൂർ എന്ന് വേണം തന്നെ പറയാൻ. ഇതിന് കിട്ടുന്ന മൈലേജ് എന്ന് പറയുന്നത് 60+ ആണ്. ഇവൻ 550 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ട് കൊടൈക്കനാൽ വന്ന് വീട്ടിൽ പോയി ഒരാഴ്ച ഓഫീസിലും വന്നവനാണ്. സോ അവൻ്റെ ബൈക്കിനെ പ്രണമിക്കണം. അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് വന്നപ്പോൾ സോസ്റ്റൽ എന്നൊരു ഫെസിലിറ്റി ഞങ്ങൾ കണ്ടു. ഈ സോസ്റ്റൽ ഫെസിലിറ്റി വളരെ നല്ലതാണ്. 650 റുപ്പീസ് പെർ ഡേ കൊടുത്തിട്ട് ഞങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് ടൈം കൊടൈക്കനാൽ വരുന്നെങ്കിൽ ഇതായിരിക്കണം എൻ്റെ അക്കോമഡേഷൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ട്രെക്കിംഗ് പോകേണ്ട സ്ഥലത്തെത്തിയിരിക്കുന്നു. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ വാക്കിംഗ് ആണ്. അതുകൊണ്ടാണ് വീഡിയോ ഞാൻ നല്ല സ്പീഡിൽ ഓട്ടിക്കുന്നത്.
ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ വാക്ക് ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിൽ ഗൈഡ് പോകുന്നുണ്ട്. പിന്നെ ആ പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ ഓണറാണ് ഫ്രണ്ടിൽ നടന്നു പോകുന്നത്. വേറെയും കുറച്ച് ടൂറിസ്റ്റുകൾ ആ വഴിയിലൂടെ പോയിട്ട് തിരിച്ചു വരുന്നതായിട്ട് ഞങ്ങൾ കണ്ടു. താഴെ ഒരു വാട്ടർഫാൾ ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് അവിടെ പോയി അവിടുത്തെ സിറ്റുവേഷൻസ് എല്ലാം കാണാം. പക്ഷേ ഈ പോകുന്ന വഴി എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുള്ളാണ്. എന്ത് സുന്ദരമാണ് ആ വഴികൾ. ബിക്കോസ് നമ്മൾ ഒരു ഓഫ് റോഡ് പോലെയാണ് നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. അവിടെ കറക്റ്റായിട്ടുള്ള വഴികളും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ സ്റ്റിൽ ആ മൗണ്ടനും ആ ഒരു ചെറിയ തണുപ്പും എന്നാലൊരു ഇളം വെയിലും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൊക്കെ ഉള്ളൊരു പ്ലേസാണിത്. സോ വളരെ നല്ല പ്ലേസാണ്. ഇവർ ഭാവിയിൽ ഇതൊരു ടൂറിസ്റ്റ് ഒരു സെൻറ്റർ പോലെ ആക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. സോ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇതിൻ്റെ കൂടെ തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഈ പുള്ളീനെ വിളിച്ചു കഴിഞ്ഞാൽ ഈ പുള്ളി ഏത് സ്ഥലം വേണം എന്നുള്ളത് നിങ്ങൾക്ക് ചോദിച്ചിട്ട് നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ അക്കോമഡേഷൻ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. ഞങ്ങൾ പകുതി വഴി ആയപ്പോൾ തന്നെ ഇവിടെ ഒരു മരം കണ്ടു. ആ മരത്തിൽ എന്തോ ഒരു കായ ഉണ്ടെന്ന് പറയുന്നു. എന്ത് കായാണെന്ന് എനിക്ക് കറക്റ്റ് ഫ്രൂട്ടിൻ്റെ പേരറിയത്തില്ല. പക്ഷേ സ്റ്റിൽ അത് പൊളിച്ചിട്ട് അതിനകത്തുള്ള സാധനം വേണം കഴിക്കാനായിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ സൂര്യ മേളിൽ കയറി സൂര്യ കുറച്ച് കായ പറിച്ച് രാജാവിൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ അത് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട്. അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അത്ര ക്ലിയർ അല്ല. അതിനകത്തെല്ലാം ഈ പ്രാണികളും ഉറുമ്പുകളെല്ലാം കയറിയിട്ട് അത് കണ്ട ഇതിനകത്തുള്ള സാധനമാണ് ഞങ്ങൾക്ക് കഴിക്കാനുള്ളത്. പക്ഷേ അത് വേസ്റ്റായി പോയിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ആ പ്രാണിയും പുഴുവും ഒക്കെ കയറിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. സോ ഞങ്ങളത് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് കളഞ്ഞു. കഴിക്കാനുള്ള ഞങ്ങളുടെ ശ്രമം പരാജയപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ ട്രെക്കിംഗ് കണ്ടിന്യൂ ചെയ്തു. വഴി ഞങ്ങളുടെ ഗൈഡ് ഞങ്ങളോട് പറയുന്നുണ്ട് നിങ്ങൾ അവിടെയാണ് സ്റ്റേ ചെയ്യാൻ ഞങ്ങൾ നെക്സ്റ്റ് ടൈം പ്ലാൻ ചെയ്യുന്നത്. നല്ലൊരു ട്രെക്കിംഗ് ഒക്കെ വന്നാൽ നിങ്ങൾക്ക് അവിടെ സ്റ്റേ ചെയ്ത് കുളിച്ച് ആ ഒരു ആംബിയൻസ് നമുക്ക് കിട്ടാനായിട്ട് ഞങ്ങൾ അവിടെ പുതിയൊരു സംരംഭം പ്ലാൻ ചെയ്യുന്നുണ്ടെന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. സോ അതൊക്കെ കേട്ട് ഞങ്ങളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അത്യാവശ്യം സ്റ്റീപ്പായിട്ടുള്ള റോഡാണ്. ഓക്കെ, അപ്പം ഇറങ്ങി പോകുന്ന രാജീവിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇറങ്ങി. അപ്പോൾ അത്യാവശ്യം സ്റ്റീപ്പാണ്. എന്നാൽ അവന് കുളിച്ചേ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു അവനൊരു വാശിയായിരുന്നു. സോ അതുകൊണ്ട് നല്ലതുപോലെ അവൻ ഇറങ്ങട്ടെ എന്ന് തന്നെ ഞാനും വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വളരെ എൻജോയ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് മരത്തിൻ്റെ ഷെയ്ഡും നല്ലൊരു വ്യൂ ആണ്. നമ്മൾ ഈ പോകുന്ന വഴിക്കുള്ള ഒരു എക്സ്പീരിയൻസും നല്ല അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ ഞങ്ങൾ ഫൈനലി താഴെ എത്തി. നമ്മളിപ്പോൾ അവിടുത്തെ വ്യൂ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ ഞങ്ങളുടെ അക്കോമഡേഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അത് അവിടെ സൂം ചെയ്ത് ഞാൻ എൻ്റെ മൊബൈലിൽ സൂം ചെയ്ത് ഫോട്ടോ എടുക്കുന്നുണ്ട്, കാർത്തിക് വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ അക്കോമഡേഷൻ കാണാനായിട്ട് പറ്റും. സോ ഈ വ്യൂ ആണ് ഞങ്ങൾ അവിടെ ഞങ്ങളുടെ റൂമിലിരുന്ന് മല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സൈഡാണ്. അങ്ങനെ നമ്മളൊരു ഫൈനലി ഒരു വാട്ടർഫോൾ എത്തി. അപ്പം ഒരുപാട് വെള്ളമില്ല, പക്ഷെ സ്റ്റിൽ ഇവനിങ്ങൊക്കെ തല നനയ്ക്കുന്നത് പോലെ ഞങ്ങൾ നനച്ചുകൊണ്ടേയിരുന്നു. നല്ലൊരു രസമായിരുന്നു നമ്മൾ ഈ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ഒരു ട്രെക്കിങ്. ഞാൻ ഗോപ്രോവിൻ്റെ അഹങ്കാരം കാണിച്ച് വെള്ളത്തിനകത്ത് മുക്കിയൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്. ഗോപ്രോയ്ക്ക് ഇതുവരെ അങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടില്ല, പക്ഷെ സ്റ്റിൽ നല്ല രസമായിരുന്നു കേട്ടോ. ഈ ഒരു ആംബിയൻസും ആ ഒരു വെള്ളച്ചാട്ടവും ആ വെള്ളം വരുന്ന ആ ഒരു വഴിയും നല്ല രസമാണ്. ഞങ്ങൾ ഇവിടെ ഫുള്ളായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു. അങ്ങനെ തണുപ്പത്ത് കുളിക്കാൻ വയ്യാത്ത കാർത്തികിനെ ഞങ്ങൾ കുളിപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി വെള്ളം കോരി ഒഴിച്ച് അവനെ നനച്ചു. വെള്ളം എന്നൊക്കെ പറയുന്നല്ല, ഐസ് പോലത്തെ വെള്ളമാണ്. അതുകൊണ്ട് ഞാൻ കുളിച്ചില്ല. ഓക്കെ, പക്ഷെ നല്ല തണുപ്പാണ്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഈ വാട്ടർഫോൾ പോകുന്ന ഒരു വഴിയുണ്ട്. ഓക്കെ, ആ പോകുന്ന വഴി ഒന്ന് പോയി നോക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ കുറച്ച് ട്രെക്ക് ചെയ്തു അവിടെ നിന്ന് കുറച്ചും കൂടി. പക്ഷെ നല്ല രസമായിരുന്നു. കുറേ സ്ഥലം ഭയങ്കര ഡേഞ്ചറസ് ആണ്. അതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് റിസ്ക് എടുക്കാതെ പറ്റുന്ന വഴികളിലൂടെ മാത്രം ഞങ്ങൾ നടന്ന്, സ്ലിപ്പറിയും കൂടെയാണ് കുറച്ച്. അപ്പോൾ അതുകൊണ്ട് പറ്റുന്ന വഴികളിൽ മാത്രം നടന്നിട്ട് ഞങ്ങൾ താഴെ ഇറങ്ങി എന്തൊക്കെ ഉണ്ടെന്ന് കാണാനായിട്ടുള്ള ഒരു ശ്രമമാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് കുളിച്ച് കയറി വന്നപ്പോൾ ഞങ്ങൾക്ക് ക്യാരറ്റ് കിട്ടി. പുള്ളിയുടെ ഫാമിൽ നിന്ന് പുള്ളി എടുത്തിട്ട് വന്നതാണ്. അത് പുള്ളിയുടെ ഫാം അവിടെ തന്നെ ഉണ്ട്. അങ്ങനെ ഞങ്ങളത് ആസ്വദിച്ച് കഴിക്കുകയും ഒരു ഫ്രഷ് ക്യാരറ്റിൻ്റെ ടേസ്റ്റ് അത് ഈ സൈഡിൽ നിൽക്കുന്നതാണ് ആ പുള്ളി. സോ പുള്ളി നമുക്ക് തരികയും നമ്മളത് കഴിക്കുകയും ചെയ്തു. നല്ല രസമാണ്. ഇനി നമ്മൾ പോകുന്നത് പുള്ളിയുടെ വീട്ടിലോട്ടാണ്. ഓക്കെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇനി അടുത്ത അക്കോമഡേഷൻ അവർ സെറ്റ് ചെയ്യുന്നത് ഒരു ഗ്രാമത്തിൻ്റെ ആംബിയൻസിലാണ്. ആ ആംബിയൻസ് ഉള്ള സ്ഥലത്തോട്ടാണ് ഞങ്ങൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ആ വീട് നമുക്ക് എങ്ങനെയുണ്ടെന്നൊന്ന് കണ്ടു നോക്കാം. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഷോർട്സിലൊക്കെ ആ വീടിനെ കുറിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ചാനലുണ്ടെങ്കിൽ പോയി നോക്കിയാൽ നിങ്ങൾക്കത് കാണാനായിട്ട് പറ്റും. അങ്ങനെ ഞാൻ ആ വീടൊന്ന് കാണാനായിട്ട് ആവശ്യപ്പെട്ടു. സോ അവർ പറഞ്ഞു, നിങ്ങൾ കയറി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കൂ. നല്ലൊരു
പഴയ ഒരു വീടിൻ്റെ ഒരു ആംബിയൻസ് ആണ് ഇതിനകത്ത്. അതായത് ബെഡ്റൂമോ അങ്ങനത്തെ സ്പെസിഫൈ ചെയ്തൊരു പാർട്ടീഷനൊന്നുമില്ല. അടുക്കളയും ബെഡും എല്ലാം സെയിം സ്ഥലത്താണ്. നിങ്ങൾക്ക് അവിടെ കുക്ക് ചെയ്യാം, അവിടെ കിടന്നുറങ്ങാം, അവിടെ ഇരുന്ന് കഴിക്കാം, പുറത്തിറങ്ങിയാൽ വാട്ടർഫോളിൽ കുളിക്കാം, വ്യൂ കാണാം. അപ്പം സിറുത്തൈ വരും എന്നാണ് ഇവർ പറയുന്നത്. സിറുത്തൈ എന്ന് പറഞ്ഞാൽ ലെപ്പേർഡ് വരുന്ന ഒരു പ്രദേശമാണിത്. സോ അതുകൊണ്ട് അവർ നല്ല ക്ലോസ്ഡ് ആയിട്ടുള്ള ഡോറൊക്കെ വച്ചിട്ടുണ്ട് അവിടെ. സോ ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷെ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ രാത്രി സമയം പുറത്തൊന്നും ഇറങ്ങാതെ പകലൊക്കെ കണ്ടെല്ലാം കഴിഞ്ഞ് നിങ്ങൾ വീട്ടിനകത്തൊക്കെ ഇരിക്കാനാണെങ്കിൽ ഈ അക്കോമഡേഷൻ നല്ലതാണ്. അപ്പോൾ സൂര്യ പോയി അവിടെ നിന്നൊരു സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് മാടിൻ്റെ ലാടം എന്നാണ് അവൻ പറയുന്നത്. അതായത് ഈ പശുവിൻ്റെ കാലിലൊക്കെ ഇടുന്ന ലാടം. ഈ ലാടം വീട്ടിൽ തൂക്കിയിട്ട് കഴിഞ്ഞാൽ ദുഷ്ടശക്തികളൊന്നും വീട്ടിൽ കയറത്തില്ല എന്നുള്ളൊരു വിശ്വാസം തമിഴ്നാട്ടിലുണ്ട്. സോ അവൻ അതിൽ നിന്ന് 2 ലാടം എടുത്ത് അവൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ട്. ഒന്ന് എനിക്കും ഒന്ന് അവനും. പക്ഷേ ഞാൻ ആ ലാടം ഉപയോഗിക്കുന്നില്ല ഇപ്പോൾ. അങ്ങനെ ഞങ്ങൾക്ക് വീണ്ടും ഒരു ഫ്രൂട്ട് കിട്ടി. ഞങ്ങൾ അവിടുത്തെ ഒരു മരത്തിൽ നിന്ന് കയറി പറിച്ച ഫ്രൂട്ട്. ഇതൊരു ടേസ്റ്റ് വേറെ ലെവലാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കിട്ടിയതിൽ അത്യാവശ്യം നല്ലതെല്ലാം ഞാൻ തന്നെ അകത്താക്കി. കുറച്ച് ഫ്രൂട്ട്സൊക്കെ അവർക്കും കൊടുത്തു. നല്ല രസമാണത്. അതിനകത്ത് നല്ലൊരു ഫ്ലഷി പോലത്തെ നമ്മുടെ ആപ്പിൾ പോലെ ഇരിക്കും കഴിക്കാനായിട്ട്. അതിനകത്തൊരു കുരു കൊണ്ട് ആ കുരു കളയണം, ബാക്കിയുള്ളതെല്ലാം നമുക്ക് കഴിക്കാം. അപ്പോൾ ഇത് കഴിക്കുന്നതിനൊരു പ്രത്യേക രീതിയുണ്ട്. ഇതിൻ്റെ തൊലി ചിരണ്ടി കളയാൻ പാടില്ല, തുടച്ച് കളയണം. ഓക്കെ, ഇതിൻ്റെ തൊലി നമുക്കിങ്ങനെ ദേഹത്ത് തുടയ്ക്കാൻ പറ്റും. നമ്മുടെ ഡ്രസ്സിൽ തുടച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുറത്തൊരു ചെറിയ വൈറ്റ് കളർ പൂട പോലത്തെ ഒരു സാധനമുണ്ട്, അത് പോകണം. അത് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സുഖമായിട്ട് കഴിക്കാം. അതിൻ്റെ അകത്ത് കണ്ടായിരുന്നു ഒരു ചെറിയ റെഡ് കളർ ഫ്ലഷ് പോലത്തെ ഒരു സാധനമുണ്ട്. സോ ഞങ്ങൾ അതൊക്കെ കഴിച്ചു. ഞങ്ങൾ വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ട്രെക്കിംഗ് എല്ലാം അവസാനിച്ചു, ടൂറും അവസാനിച്ചു, ട്രിപ്പും അവസാനിച്ചു. തിരിച്ചു പോകുമ്പോഴാണ് ഈ 2 ആന വണ്ടി ഞങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ വണ്ടി നേരിട്ട് കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത് അന്ന് ഇറങ്ങിയ സമയത്താണ് കേട്ടോ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം മഹീന്ദ്രയുടെ ഈ വണ്ടി ഞങ്ങൾ കണ്ടു. അമേസിങ് വണ്ടിയാണ്. കുറച്ച് നേരം ഇതിൻ്റെ പുറകിൽ പോയിട്ട് ഞങ്ങൾ അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചു. അതിനുശേഷം ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളുടെ റൈഡ് അവസാനിപ്പിക്കാനായിട്ടുള്ള തന്ത്രപ്പാട് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ ഇവിടുന്ന് പോയി. ഇവിടുന്ന് രാവിലെ ഒരു 10-11 മണിക്കാണ് ഞങ്ങൾ തിരിച്ചത്. ഞങ്ങൾ തിരിച്ച് കോയമ്പത്തൂരിലെത്തിയപ്പോൾ ഏകദേശം ഒരു വൈകുന്നേരം 4 മണിയൊക്കെ ആയി. പക്ഷെ നല്ലൊരു എൻജോയ് ചെയ്ത ഒരു റൈഡായിരുന്നു. ഇനിയും ഇതുപോലത്തെ റൈഡ് ഉണ്ടാവും. കുറച്ചും കൂടി ഷോർട്ടർ ആക്കാനായിട്ട് ഞാൻ ശ്രമിക്കാം. ഈ വീഡിയോ കുറച്ച് ലോങ് ആയിപ്പോയി. ബട്ട് സ്റ്റിൽ നമ്മൾ ആ എൻജോയ് ചെയ്ത വഴികളിലൂടെ നിങ്ങൾക്കും കൂടി ആ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും വീഡിയോ ഇത്തിരി ലോങ് ആക്കിയത്. ഓക്കെ, അപ്പോൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇന്ന് ഞങ്ങൾ ഈ എടുത്ത അക്കോമഡേഷനും അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന അക്കോമഡേഷനും പുള്ളിയുടെ ഡീറ്റെയിൽസും ഫോൺ നമ്പറും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അക്കോമഡേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചാലായിട്ട് മതി. ഓക്കെ, സോ ഈ റൈഡ് നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, സോ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. സോ താങ്ക് യു എവരി വൺ. സൈനിങ് ഓഫ്, വിഷ്ണു വിക്രമൻ ആൻഡ് ക്രൂ ഫ്രം വിക്രൂസ് ടെക് ആൻഡ് വ്ളോഗ്സ്. താങ്ക് യു.